രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ 4:45 മണ്ഡലത്തിലെത്തിയത്. അദ്ദേഹത്തിന് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വാഹനത്തിൽ അദ്ദേഹം പോവുകയാണ്. അല്പസമയം MLA ഓഫീസിൽ ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹം പോവുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നറിയില്ല. ഇനി വോട്ടർമാർക്കൊപ്പം ഉണ്ടാകും എന്നാണ് നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയത്. കൂടുതൽ കാര്യങ്ങളിലൊന്നും മറുപടി പറയാനില്ല, എല്ലാം കോടതിയുടെ പരിഗണനയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വാഹനത്തിൽ പുറപ്പെട്ടിരിക്കുന്നു MLA ഓഫീസിൽ നിന്ന്. ആയിഷത്തുൽ ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഷംന, അദ്ദേഹത്തിന്റെ യാത്ര എങ്ങോട്ടേക്കാണ് എന്ന് എന്തെങ്കിലും ഊഹമുണ്ടോ? വോട്ടർമാർക്കിടയിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. അനുജ, അത് തന്നെയാണ്, വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയതാണ് രാഹുൽ. പക്ഷേ ഇപ്പോൾ MLA ഓഫീസിൽ നിന്നും ഇറങ്ങി എങ്ങോട്ടാണ് എന്നതിന് ഒരു സൂചനയും നൽകുന്നില്ല. തൃശൂർ ദേശീയപാതയിലൂടെയാണ് ഇപ്പോൾ MLA വാഹനം കടന്നു പോകുന്നത്. നമ്മൾ അതിന് തൊട്ടു പുറകെ തന്നെ ഉണ്ട്. എന്തായാലും MLA ഓഫീസിൽ നിന്ന് ഇറങ്ങി പിന്നീട് രാഹുലിന്റെ ഫ്ളാറ്റിലോട്ടാകുമെന്നായിരുന്നു ആദ്യത്തെ ഒരു സൂചന. പക്ഷെ ഫ്ളാറ്റിലോട്ടല്ല, മറിച്ച് ഈ തൃശൂർ പാതയിലൂടെ പോവുകയാണ്. അനുജ, മറ്റൊരു കാര്യമുള്ളത്, ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. അതായത് രാഹുൽ തിരിച്ച് 38 ദിവസത്തിന് ശേഷം പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിയ സമയത്തും ഇതുപോലെയായിരുന്നു. രാഹുൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഒരു സൂചനയും തരാതെ കുറെ ദേശീയപാതയിലൂടെയും മറ്റും കുറെ അധികം നേരം രാഹുൽ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യ ദിവസമൊക്കെ. അന്ന് മണ്ഡലത്തിൽ തിരിച്ചെത്തിയപ്പോൾ അതേ ഒരു അവസ്ഥ അല്ലെങ്കിൽ അതേ ഒരു സാഹചര്യം തന്നെയാണ് ഇന്നും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു തരത്തിലുള്ള സൂചനയും തരാതെ രാഹുലിന്റെ വാഹനം MLA ഔദ്യോഗിക വാഹനം തൃശൂർ ദേശീയപാതയിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ അതിന് തൊട്ടു പുറകെ തന്നെ ഉണ്ട്. എന്തായാലും നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം രാഹുൽ ഒരേ ഒരു മറുപടിയാണ് തന്നത്. അതായത് രാഹുൽ ഇനി MLA എന്ന നിലയിൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. മറ്റ് മറുപടികൾ, അതായത് പാർട്ടി അടക്കം സ്വീകരിച്ച ഒരു നടപടി, പാർട്ടിയിൽ നിന്നും ഒക്കെ പാർട്ടിയിലൊക്കെ രാഹുലിന് വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നേതാക്കൾ കൂടെ ഉണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ രാഹുൽ പല ഘട്ടങ്ങളിലായി നടത്തിയിരുന്നു. പക്ഷേ പാർട്ടി പുറത്താക്കിയ ഒരു ഘട്ടത്തിൽ ആ ഒരു തീരുമാനം രാഹുൽ പ്രതീക്ഷിച്ചിരുന്നു. അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണെന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. അതിന് രാഹുൽ മറുപടി നൽകിയില്ല. ഒരു ചിരി മാത്രമായിരുന്നു മറുപടി ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം, ഈ ആദ്യഘട്ടത്തിലൊക്കെ രാഹുൽ പ്രതിരോധം തീർത്തിരുന്നത് ചില മറുചോദ്യങ്ങൾ കൊണ്ടായിരുന്നു. പരാതി എവിടെ, നിയമപരമായി നേരിടട്ടെ എന്നൊക്കെയായിരുന്നു രാഹുലിന്റെ ചോദ്യങ്ങൾ. അതായത് ഈ അതിജീവിത ഇത്തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തു വരുന്നു. പല തവണയായി ഓഡിയോ ക്ലിപ്പുകളും ചില ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ പുറത്തു വരുന്ന ഘട്ടത്തിൽ അത് രാഹുലിൻ്റെത് തന്നെയാണോ എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. അന്നൊക്കെ പറഞ്ഞിരുന്നത് പരാതി വരട്ടെ, നിയമപരമായി നേരിടാം എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. പക്ഷെ ആ പരാതി എത്തി നിമിഷ നേരം കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇവിടെ നിന്നും പാലക്കാട് നിന്നും അപ്രത്യക്ഷനായത്. അതുവരെ കണ്ണാടിയിൽ ഈ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വളരെ സജീവമായി തന്നെ വോട്ട് ചോദിച്ചിരുന്ന, തനിക്ക് കാല് കുത്തി നടക്കാൻ കഴിയുന്ന അത്രയും കാലം UDF പ്രവർത്തകർക്ക് വേണ്ടി തന്നെ MLA ആക്കിയ സാധാരണക്കാരായ MLA ഓഫീസിൽ അല്പസമയം ചെലവഴിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് യാത്ര എന്നതറിയില്ല. വോട്ടർമാർക്കിടയിൽ തന്നെ ഉണ്ടാകും, ഇവിടെ തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ അഭിപ്രായ പ്രകടനത്തിനില്ല. താൻ പറഞ്ഞത്, തനിക്ക് അനുകൂലമായി പറഞ്ഞത്, എതിരായി പറഞ്ഞത് എല്ലാം കോടതിയിലുണ്ട്, സത്യം തെളിയും എന്നതാണ് നേരത്തെ മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം MLA ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.